മുട്ട വെച്ചിട്ട് രുചികരമായ അവിയലിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഊണിനോടൊപ്പം വേറൊരു കറിയുടെ ആവശ്യമില്ല. കൂടുതൽ അളവിൽ മുരിങ്ങയ്ക്കൊക്കെ ചേർത്താണ് ഈ മുട്ട അവിയൽ തയ്യാറാക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വേണ്ടത് ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ, ഗ്രീൻ ചില്ലി, ചെറിയ ഉള്ളി, കറിവേപ്പില, മുരിങ്ങയ്ക്ക, തിരുമിയ തേങ്ങ ഇതൊക്കെയാണ്. ഇനി നമുക്കത് പൊട്ടാറ്റോ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റാം. അതുപോലെ മുരിങ്ങയ്ക്കയുടെ തോലെല്ലാം നല്ല ക്ലീനാക്കി എടുക്കണം. ഇപ്പോൾ പൊട്ടറ്റോയുടെയും മുരിങ്ങയ്ക്കയുടെയൊക്കെ തോലെല്ലാം ക്ലീനാക്കി എടുത്തു. ഇനി നമുക്ക് പൊട്ടറ്റോ ഇങ്ങനെ സ്ലൈസാക്കി എടുക്കണം ആദ്യം. അത് കഴിഞ്ഞ് സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് അപ്പോൾ ഒരേ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ചെറുതായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം അത് വെന്ത് കിട്ടാനും കൂടിയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തു. അതുപോലെ മുരിങ്ങയ്ക്ക ഇതുപോലെ ഒരു അളവിൽ വച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അത് രണ്ടാമത്തെ മുരിങ്ങയ്ക്ക അതുപോലെ കട്ട് ചെയ്തെടുക്കാം. മുരിങ്ങയ്ക്ക കൂടുതൽ അളവിലും പൊട്ടറ്റോ കുറഞ്ഞ അളവിലും ചേർത്താൽ മതിയാവും. ഇനി 3 പച്ചമുളകാണ് ചേർക്കേണ്ടത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 4-5 എണ്ണമൊക്കെ ചേർക്കാവുന്നതാണ്. ഇത് പല പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. പക്ഷേ ഏറ്റവും ടേസ്റ്റായി തോന്നിയിട്ടുള്ളത് ഇതേ രീതിയിൽ തയ്യാറാക്കുന്നതാണ്. പച്ചമുളകിൻ്റെയും ചെറിയ ഉള്ളിയുടെയൊക്കെ ഫ്ലേവറാണ് ഇതിനെ കൂടുതൽ രുചികരമാക്കുന്നത്. ഇനി അതിലോട്ട് അരിഞ്ഞ പച്ചമുളകും ചേർക്കേണ്ടതാണ്. നമ്മൾ പച്ചമുളക് അരിഞ്ഞിട്ട് കഴുകാറില്ല. അത് കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ എരിവൊക്കെ പോകും. അതുകൊണ്ടാണ്. കൂട്ട് റെഡിയാക്കാം. ഒരു കപ്പ് തേങ്ങ തിരുമിയത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ചെറിയ ഉള്ളി അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് ഒരു 3-4 എണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് ചേർക്കുമ്പോൾ അത് എളുപ്പം അരഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇനി അതിലോട്ട് അല്പം വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നല്ല ഒന്ന് തരിതരിപ്പോടുകൂടി അരച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ അത് അരച്ചെടുത്തു. ഇനി നമുക്ക് അത് ഇത് വേവിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. മുരിങ്ങയ്ക്കയുടെയൊക്കെ വേവനുസരിച്ചാണ് ഇത് വെള്ളമൊക്കെ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കേണ്ടതാണ്. ഇത് കുറച്ച് പിഞ്ചായിട്ടുള്ള മുരിങ്ങയ്ക്കായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഇപ്പോൾ വെന്ത സമയം നമുക്ക് ആ കൂട്ട് അതിലോട്ട് ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കേണ്ടതാണ്. എന്നിട്ട് കുറച്ച് കറിവേപ്പില, ഉപ്പൊക്കെ അവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എന്നിട്ടത് അടച്ചൊരു 2-3 മിനിറ്റ് ഒന്ന് തിക്കായി വരുന്നത് വരെ ഒന്നുകൂടെ വേവിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ അത് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ പുഴുങ്ങിയ മുട്ട അതിലോട്ട് ചേർക്കാവുന്നതാണ്. ഇത് 3 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. 3-4 ഒക്കെ ചേർക്കാവുന്നത്. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയം ഒരു 2-3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. നല്ലൊരു മണമൊക്കെ ഉണ്ട് വെളിച്ചെണ്ണയുടെയൊക്കെ ഫ്ലേവർ ഉള്ളപ്പോഴാണ് അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. നമുക്ക് ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിയുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റിപ്ലൈ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. എന്നാൽ അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.